മോട്ടറോളയുടെ ലേറ്റസ്റ്റ് ലക്ഷറി ഫോണായ മോട്ടോ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ 5500 രൂപയുടെ ജാക്കറ്റ് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്തത്. അവർ വീട്ടിൽ കൊണ്ട് തരികയും ചെയ്തു. പ്രാങ്ക് അല്ല. ഓക്കെ, ക്വാൾകോമിന്റെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റുമായി വരുന്ന ആദ്യത്തെ അൾട്രാ സ്ലിം ഫോൺ കൂടിയാണ് ഈ മോട്ടറോള സിഗ്നേച്ചർ. ഈ ഫോണിന്റെ ക്യാമറകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫോൺ ക്യാമറയുടെ സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. പിന്നെ മോട്ടറോള നല്ല പ്രൈസിംഗിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. എനിവേ, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഈ വലിയ പെട്ടി അൺബോക്സ് ചെയ്യണം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ സോ വലിയ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ അകത്ത് ചെറിയ പെട്ടി, പിന്നെ ഒരു വാച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ഗോൾഡൻ കളർ മോട്ടോ സിഗ്നേച്ചർ ക്ലബ് കാർഡൊക്കെ ഉണ്ട്. പിന്നെ ചില ഡോക്യുമെന്റ്സും ബ്രോഷറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ബോക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നോർമലി വരുന്ന പോലെ ഇത്തവണയും ഈ ഒരു ഫോൺ നല്ല പെർഫ്യൂമിന്റെ മണമുള്ള ബോക്സിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡോക്യുമെന്റ്സ്, ചാർജർ, കേബിളൊക്കെ വരുന്നുണ്ട്. ഈ ഫോൺ നമ്മൾ ബോക്സിൽ നിന്ന് ഫസ്റ്റ് ടൈം പുറത്തെടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം എന്തായാലും ക്ലിയർ ആണ്. ഇറ്റ്സ് എ വെരി സ്ലിം ഫോൺ. അതായത് അൾട്രാ സ്ലിം ഫോണാണ്. ജസ്റ്റ് 6.99 mm ആണ് തിക്നെസ്, 186 gram ആണ് വെയിറ്റ്. അതുകൊണ്ട് തന്നെ കയ്യിലെടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലോണം ഗ്രിപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്ലിം ഫോൺ ആയതുകൊണ്ട് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററിയും കുറച്ചിട്ടുണ്ടാവും എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട് വേണ്ട. ബാക്കി ഞാൻ ബാറ്ററി സെഗ്മെന്റിൽ പറഞ്ഞുതരാം. ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ മോട്ടറോളയുടെ ആ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക് ഡിസൈൻ, അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ കയ്യിലെടുക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ഫീൽ ഉണ്ട്. കുറച്ചും കൂടി ഒരു പ്രീമിയം, ഒരു ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട്. അതായത് ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ സംഭവം കണ്ടോ, ഈ ഒരു ഡിസൈൻ. ഇത് 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. പാന്റോൺ മാർട്ടിനി ഓലിവ് ആൻഡ് പാന്റോൺ കാർബൺ. ഈ കാർബൺ കളർ ഓപ്ഷനിൽ ലിനൻ ഇൻസ്പയർഡ് ടെക്സ്ചേർഡ് ഫിനിഷ് ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഓലിവ് കളർ വേരിയന്റിൽ ട്വിൽ ഇൻസ്പയർഡ് ടെക്സ്ചേർഡ് ഫിനിഷ് ആണ്. പിന്നെ ഈ ക്യാമറ മോഡൽ ഉണ്ടല്ലോ, അവിടെ ബ്രഷ്ഡ് മെറ്റൽ ഡെക്കോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെൻട്രലായിട്ട് ഒരു മോട്ടോ ലോഗോ മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി ക്ലീൻ ആൻഡ് ക്ലാസി ലുക്കിലാണ് വരുന്നത്. IP68+ IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. പിന്നെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണ് പോയാൽ പ്രൊട്ടക്ഷന് വേണ്ടി മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ക്വാഡ് കർവ്ഡ് ആമുലർ ഡിസ്പ്ലേയുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. 6200 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്, 2100 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉണ്ട്. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഔട്ട്ഡോർ യൂസ് ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മാപ്പ് ഒക്കെ എടുത്ത് നോക്കും, ഈവൻ വീഡിയോസ് കാണാൻ വേണ്ടിയും ഓക്കെ ആണ്. പിന്നെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. 6.8 ഇഞ്ച് ആണ് സൈസ്. 4 സൈഡിൽ നിന്നും കർവ് ആയി വരുന്നുണ്ട്. ഒരു കാര്യം മെൻഷൻ ചെയ്യണം, ഔട്ട് ഓഫ് ദ ബോക്സ് ഡിസ്പ്ലേയുടെ കളർ ഉണ്ടല്ലോ, അത് വിവിഡിൽ സെറ്റ് ആയിട്ടാണ് വരുന്നത്. എനിക്കത് കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നി. സോ ഞാനതെടുത്ത് നാച്ചുറലിലേക്ക് മാറ്റി. സോ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, നാച്ചുറൽ ആണോ അതോ വിവിഡ് ആണോ. അപ് ടു 165 Hz റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നോർമൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 120 Hz ആണ് കിട്ടുന്നത്. ചില ഗെയിംസിൽ മാത്രം, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസിൽ നമുക്ക് 165 FPS കളിക്കാൻ പറ്റും. പിന്നെ ഒരു LTPO പാനൽ ആയതുകൊണ്ട് റിഫ്രഷ് റേറ്റ് ഇതാ കണ്ടില്ലേ 1 Hz വരെ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മൾ ഓൺ ആക്കി വെക്കുമ്പോൾ ബാറ്ററി കൺസംഷൻ കുറയും. ഞാൻ നെറ്റ്ഫ്ലിക്സ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ HDR ആൻഡ് ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷൻ ഞാൻ കണ്ടില്ല. മോട്ടറോള അത് അപ്ഡേറ്റിലൂടെ കൊണ്ടുവരും ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടെ സ്മാർട്ട് വാട്ടർ ടച്ച് ആൻഡ് അഡ്വാൻസ്ഡ് ഐ കെയർ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ല, നല്ല സ്ലിം ബെസൽസുമായാണ് വരുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. ബൈ ദ വേ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസ്പ്ലേ ആണ് ഇഷ്ടം? കർവ് ഡിസ്പ്ലേ ആണോ അതോ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണോ? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കർവ് ഡിസ്പ്ലേ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെടും, നോ ഡൗട്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ പെർഫോമൻസ് എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്തു. ഞാൻ ഇത്രയും നല്ല സ്പീക്കർ പെർഫോമൻസ് ഒരു സ്ലിം ഫോണെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓക്കെ, അതായത് ബോസ് ട്യൂൺ ചെയ്ത സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോളിയം അങ്ങനെ അതിഭയങ്കര വോളിയം ഇല്ല, പക്ഷെ വരുന്ന സൗണ്ട് നല്ല ക്രിസ്പാണ്. അത് വോക്കൽസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഐ റിയലി ലൈക്ക് ദ ഓഡിയോ ഔട്ട്പുട്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റുമായി വരുന്ന ആദ്യത്തെ അൾട്രാ സ്ലിം ഫോണാണ്. സോ നല്ല പവർഫുൾ ചിപ്സെറ്റ് ഉള്ളത് കൊണ്ട് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഞാൻ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 3 മില്യന്റെ മേലുള്ള സ്കോർ കിട്ടുന്നുണ്ട്. ഈവൻ ഗീക്ക് ബെഞ്ച് സ്കോർസും നല്ല സോളിഡ് ആണ്. കൂടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആൻഡ് UFS 4.1 സ്റ്റോറേജും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അൾട്രാ സ്ലിം ഫോൺ ആയതുകൊണ്ട് ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ടല്ലോ, നോർമലി അങ്ങനെയാണ് സംഭവം. സോ അത് ഒഴിവാക്കാൻ വേണ്ടി വലിയ ആർട്ടിക് മെഷ് കൂളിംഗ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഗെയിമിംഗ് നോക്കുകയാണെങ്കിൽ 8 Gen 5 ആയതുകൊണ്ട് ഹെവി ഗെയിംസും ഈസിലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ BGM കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. 120 FPS അൺലോക്ഡ് ആയിട്ട് വരുന്നുണ്ട്, അതായത് അൾട്രാ എക്സ്ട്രീം. ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ ഈ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫോണിൽ 5200 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു അൾട്രാ സ്ലിം ഫോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി ഈസ് ഓക്കെ. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ടെസ്റ്റിംഗിൽ എനിക്ക് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ടായിരുന്നു. സോ 1 day ബാറ്ററി ബാക്കപ്പ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. ബോക്സിൽ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫോൺ 40 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഹെലോ UI ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് Android 16 ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ ഫോണിൽ മോട്ടറോള 7 വർഷത്തെ
ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് വേണ്ടിയുള്ള പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി നൈസ്. അത് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. പിന്നെ നോർമലി വരാറുള്ള മോട്ടോ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ മോട്ടോ സെക്യൂർ, ഫാമിലി സ്പേസ്, മോട്ടോ അൺപ്ലഗ്ഡ്, സ്മാർട്ട് കണക്ട്, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടോ AI 2.0യുടെ ഭാഗമായിട്ട് മൈക്രോസോഫ്റ്റിന്റെ കോ പൈലറ്റ് ആണെങ്കിലും അപ്ഡേറ്റ് മീ, ഇമേജ് സ്റ്റുഡിയോ അറിയാലോ, നമുക്ക് നമ്മുടെ ഫോട്ടോസ് പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സും അവതാർസ് ആക്കി മാറ്റാൻ പറ്റും, പ്ലേലിസ്റ്റ് സ്റ്റുഡിയോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന മോട്ടോ AI 2.0 ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രത്യേകം AI കീയും വരുന്നുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ മോട്ടോ AI ഫീച്ചേഴ്സ് ഓപ്പൺ ആയി വരും. ബാക്കി ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വാസ് നൈസ്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട്വെയർസും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ക്ലീൻ എക്സ്പീരിയൻസിലാണ് വരുന്നത്. ഞാൻ ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ക്യാമറ ആപ്പ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. Wi-Fi 7, Bluetooth 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താഴെയുള്ള USB പോർട്ട് USB 3.2 ആണ്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സിമ്മും വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഇൻട്രോയിൽ പറഞ്ഞ ഈ ജാക്കറ്റ് ഷോപ്പിങ്ങിന്റെ രഹസ്യം. അതാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡെഡിക്കേറ്റഡ് മോട്ടറോള സിഗ്നേച്ചർ ക്ലബ് ആപ്ലിക്കേഷൻ. അതായത് ഒരു ബട്ട്ലർ സർവീസ് എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ ഈ ഒരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ, കാര്യസ്ഥൻ. അൺഎത്തിക്കലും ഇല്ലീഗലും അല്ലാത്ത ഏത് വർക്ക് വേണമെങ്കിലും ഇവർ ചെയ്തു തരും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡൊക്കെ ഇട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും. ഹോട്ടൽ റിസർവേഷൻ, പാസ്പോർട്ട് കളഞ്ഞു പോയാൽ അതിന് വേണ്ടിയുള്ള ഹെൽപ്പ്, ഡിന്നർ റിസർവേഷൻ, കറൻസി എക്സ്ചേഞ്ച്, ഗോൾഫ് ക്ലാസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഷോപ്പിംഗ്, മൂവി ടിക്കറ്റ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഈ ഒരു മോട്ടറോള സിഗ്നേച്ചർ ക്ലബ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് ഉപയോഗിക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ സർവീസ് സെലക്ട് ചെയ്യുക, സിറ്റി സെലക്ട് ചെയ്യണം, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ വാട്സാപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ഫോൺ കോളും ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യണമല്ലോ. സോ ഞാൻ ഫോൺ കോൾ ചെയ്ത് നോക്കി. അവർ നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. Were you able to find that jacket? Is it there? Are you able to find the color or? We are getting multiple options. So what I can do is I can send you the links which we have find for being human jacket. Okay, I'll do that. Thank you. Thanks a lot. അവരെല്ലാം തപ്പിപ്പിടിച്ച് എനിക്ക് ലിങ്ക് ഒക്കെ അയച്ചു തന്നു. ഞാൻ പറഞ്ഞത് പോരാ. അവർ ചോദിച്ചു വേറെ എന്തെങ്കിലും വേണോ? ഞാൻ പിന്നെ വേറെ പറഞ്ഞു. അവസാനം അത് കിട്ടി. അത് മതിയോ? ഞാൻ പറഞ്ഞു അത് മതി. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് അവർ ഡെലിവർ ചെയ്ത് തന്നു. അപ്പോൾ ഈ ജാക്കറ്റ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയത് എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. പറഞ്ഞുതരാം. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് സർവീസ് ഉണ്ടല്ലോ, നിങ്ങൾ ഈടാക്കുന്ന ഫസ്റ്റ് സർവീസ്, അതിൽ നിങ്ങൾക്ക് 6,000 rupees വരെയുള്ള സർവീസും പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈടാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് 1 year ഓഫ് സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റിസർവ് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ്സ്, അതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി. ഇവർ ചെയ്യുന്ന വർക്കുണ്ടല്ലോ, അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളും ഡെലിവറി, അതൊക്കെ ഫ്രീ ആയിട്ട് ഇവർ ചെയ്തു തരും. നിങ്ങൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുകയോ ഇല്ലയോ എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് സർവീസ് എന്തായാലും ഉപയോഗിക്കുമല്ലോ. 6,000 rupees കിട്ടുന്നുണ്ട്. ആസ് എ ടെക് റിവ്യൂവർ ഞാൻ ഒരുപാട് ഫോണുകൾ അൺബോക്സിങ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഫോണിൽ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഒരു ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ടെസ്റ്റ് ചെയ്യാനും. ഓക്കെ, സോ ഒരു ലക്ഷറി എക്സ്പീരിയൻസ്. ഓക്കെ, എനിവേ ഗുഡ് ജോബ്. നെക്സ്റ്റ് ആണ് DxO മാർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഇതിൻ്റെ ക്യാമറകൾ. അവർ പറയുന്ന അനുസരിച്ച് 1 lakhന്റെ താഴെ ഇന്ത്യയിലുള്ള ദി ബെസ്റ്റ് ക്യാമറ ഫോണാണ് മോട്ടോ സിഗ്നേച്ചർ. 50 മെഗാപിക്സലിലെ സോണി LYT 828 സെൻസറുള്ള മെയിൻ ക്യാമറ, 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാപിക്സലിലെ സോണി LYT 600 സെൻസറുള്ള ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, മാക്രോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാപിക്സലിലെ സോണി LYT 500 സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ഇനീഷ്യൽ റിവ്യൂ മാത്രമാണ്. എന്നാലും ഞാൻ കുറെ ക്യാമറ സാമ്പിൾസ് എടുത്ത് നോക്കിയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യാമറ പെർഫോമൻസ്. ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഫോട്ടോസിൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ചെറിയൊരു വാം ടോൺ ഉണ്ടാവും, അത് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ കുറേ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുത്ത് നോക്കിയിരുന്നു, ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ. സോ ഈ ഫോട്ടോ കണ്ടില്ലേ, ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ എടുത്തിരിക്കുകയാണ്. എന്നിട്ടും അതായത് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ പ്രോസസ് ചെയ്തിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 24mm തൊട്ട് 85mm വരെയുള്ള സൂമിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. റിസൾട്ട് നല്ലതാണ്. പിന്നെ പാൻറ്റോൺ വാലിഡേറ്റഡ് ക്യാമറ ആയതുകൊണ്ട് പാൻറ്റോൺ ട്യൂൺ ചെയ്തിരിക്കുന്ന സ്കിൻ ടെക്സ്ചറും സ്കിൻ ടോൺ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ലോണം തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ നോർമൽ സൂമിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമറ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈവൻ 100x വരെ സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് AI ഉപയോഗിച്ചിട്ടാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത്. ഇറ്റ്സ് ഓക്കെ. 50 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളേഴ്സൊക്കെ നല്ലോണം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അൾട്രാവൈഡ് ക്യാമറ വെച്ച് എടുക്കുന്ന മാക്രോസ് ആണ്. നമുക്ക് നല്ല ക്ലോസ് പോയിട്ട് നല്ല ഡീറ്റെയിൽസ് ഉള്ള നല്ല ക്രിസ്പ് മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഒരു ആക്ഷൻ ഷോട്ട് മോഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ഓബ്ജക്ട്സ് ഉണ്ടല്ലോ, അത് കാർ ആണെങ്കിലും ആളാണെങ്കിലും നമുക്ക് നല്ല ഷാർപ്പ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞാൻ ഇത്രയും നല്ല നൈറ്റ് പെർഫോമൻസ് ആക്ച്വലി പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതായത് വെറുതെ എക്സ്പോഷർ കൂട്ടുക അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടുന്ന സംഭവമല്ല, അത്യാവശ്യം ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് മെയിൻ ക്യാമറയിൽ മാത്രമല്ല, ഈവൻ 3x സൂമിലും. ഈ ഫോട്ടോ കണ്ടില്ലേ, മേളിൽ ഒരൊറ്റ സോഴ്സ് മാത്രമേ ഉള്ളൂ ലൈറ്റിൻ്റെ, എന്നാലും ആ ഒരു ലൈറ്റിൻ്റെ ഷൈനും കാര്യങ്ങളൊക്കെ ഇലകളിൽ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. ഈവൻ 3xലും അത് വരുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസും നല്ലതാണ്. 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയതുകൊണ്ട് നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈവൻ പോർട്രേറ്റ് സെൽഫീസിലുള്ള നമ്മുടെ ബൊക്കെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും അതൊക്കെ
നല്ലോണം തന്നെ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 8K at 30 FPS വരെയുള്ള ഡോൾബി വിഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. ഞാൻ ചില 4K 60 FPS സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. വളരെ നാച്ചുറൽ കളേഴ്സ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, നാച്ചുറൽ ന്യൂട്രൽ കളേഴ്സിലാണ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റേബിൾ, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിൽ, എന്നിട്ടും നല്ല സ്റ്റേബിൾ 4K 60 FPS സെൽഫി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും എൻ്റെ സെൽഫി ക്യാമറ വെച്ച്. പിന്നെ ഗൂഗിളിൻ്റെ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന എല്ലാ ഫീച്ചേഴ്സ്, അതായത് മാജിക് ഇറേസർ, അൺബ്ലർ, മൂവ്, പോർട്രേറ്റ് ബ്ലർ, ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോണിൻ്റെ പ്രൈസിലേക്ക് വരുന്നതിന് മുമ്പ് മോട്ടോറോള ഇന്ന് ലോഞ്ച് ചെയ്ത അവരുടെ മോട്ടോ വാച്ച് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. 5,999 പ്രൈസ്, OLED ഡിസ്പ്ലേ, അലൂമിനിയം ബിൽഡ്, ഗൊറില്ല ഗ്ലാസ് 3, 7 ദിവസം തൊട്ട് 13 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് മോട്ടോറോള ക്ലെയിം ചെയ്യുന്നത്. മോട്ടോ വാച്ച് ആപ്പ് വരുന്നുണ്ട് കൂടെ, ഡ്യുവൽ ഫ്രീക്വൻസി GPS കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോർമലി വരാറുള്ള മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടല്ലോ, SpO2, ഹാർട്ട് റേറ്റ്, സ്ട്രെസ്, കാലറീസ് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് കുറേ സ്ട്രാപ്പ് ഓപ്ഷൻസും വരുന്നുണ്ട്. സോ ഈ മോട്ടോ സിഗ്നേച്ചറിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 59,999. എന്നാൽ ഓഫർ കൂടെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 54,999 എന്ന പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് പ്രൈസിങ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് അറിയാലോ, ഫോണിന്റെ പ്രൈസിങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മോട്ടോറോള അത്യാവശ്യം നല്ല പ്രൈസിങ്ങിലാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഒരു 6,000 റുപ്പീസ് ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ ടെക്നിക്കലി നമുക്ക് ഇവിടെ ചേർക്കാം. കാരണം നിങ്ങൾക്ക് ഫ്രീ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും ഈ ഫോണിന്റെ കൂടെ. യുണീക്ക് ലക്ഷറി ഫീച്ചറുമായി വരുന്ന ഒരു വാല്യൂ ഫോർ മണി ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയാൻ പറ്റും. അത് സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മോട്ടോ സിഗ്നേച്ചർ ചെക്ക്ഔട്ട് ചെയ്യാം. ബാക്കി ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.